ഞങ്ങൾ ചെറുവട്ടൂരുകാരെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷം തിരിച്ചു വരുന്നതിന്റെ കഥയാണ് ഇന്നത്തെ വീഡിയോ. രാവിലെ എണീറ്റ് റെഡിയായി ഇന്നും പോകുന്നത് നേരെ പാലാ ഷോറൂമിലേക്കാണ്. നമുക്ക് 4 ഷോറൂം ഉണ്ടെങ്കിലും ഞാൻ കൂടുതൽ സമയം ഉണ്ടാകുന്നത് പാലാ ഷോറൂമിലാണ്. രാവിലെ ഷോറൂമിലെത്തി ആദ്യം തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ഡൗൺ ചെയ്തു വെച്ചു. പിന്നെ കുറേ നേരം അക്കൗണ്ട്സിന് പുറകെയായിരുന്നു. പിന്നെ നമുക്ക് ഇന്നൊരു പ്രൊമോഷണൽ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് അൻസാർ എന്നൊരു വ്ളോഗർ എത്തിയിരുന്നു. പുള്ളിയുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് പുള്ളിക്ക് കുറേ ഐഡിയാസ് ഒക്കെ കൊടുത്ത് എങ്ങനെ വീഡിയോ വേണമെന്ന് പ്രസന്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്യാൻ നമുക്കും ഒരു പ്രൊഡക്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ആ വീഡിയോയും ഷൂട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മൾ ഡെയിലി വ്ളോഗിൽ കാണിച്ച പുതിയ കണ്ടെയ്നറിൽ ഇറങ്ങിയ ഹൈ ഗ്ലോസി ടൈൽ ഡിസൈൻസിന്റെ വീഡിയോ നമ്മുടെ പാം ടൈൽസ് പാർക്കിന്റെ ഒഫീഷ്യൽ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസ്റ്റമേഴ്സിനെയൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. ഞാൻ നേരെ വീട്ടിലേക്ക് ഇറങ്ങി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു വലിയ സന്തോഷം തിരിച്ചു വരുന്നതിനെ കുറിച്ച്. ഞങ്ങൾ ചെറുവട്ടൂരുകാരെ സംബന്ധിച്ച് ഒരു വലിയ ഓർമ്മയാണ് ചെറുവട്ടൂർ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരുന്ന അഖിലേന്ത്യാ സെവൻസ്. ഒരു 10 വർഷക്കാലം മുന്നേ നിന്നുപോയ ടൂർണമെന്റ് ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ജീവിക്കുന്ന എല്ലാവരുടെയും ഏറ്റവും മനോഹരമായ ഓർമ്മകളിലൊന്ന് അന്ന് നടന്നുകൊണ്ടിരുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ടായിരിക്കും. അന്നത്തെ കാലത്തെ കേരളത്തിലെ എല്ലാ പ്രമുഖ ടീമുകളും IM വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ കളിക്കാരും ഈ ഗ്രൗണ്ടിൽ വന്ന് കളിച്ചിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ചെറുവട്ടൂരിൽ വീണ്ടും ഫുട്ബോൾ ഉത്സവം തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടി കളി കണ്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു.